കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ശമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ശമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ
ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായി അണയുന്നു. സ്വീകരണത്തിനൊടുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവും ആശിസും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തൻ്റെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാം വിശ്വാസം ചേർപ്പോനെവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽപ്പിന്നായി വന്നവരാം കന്യകമാരോടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും.
മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു, കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില്ല, തിരികൾ കൊളുത്തിയൊരുക്കില്ല. വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായതിൻ്റെ വിധി നിഷ്പക്ഷമാകുന്നു, അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവരേകും നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൽ കതിരണയില്ല, നരകത്തിൽ കെടുകില്ല. നീ അവർക്ക് സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാം പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരൊരുമിക്കും. അവിടെ അവർക്കില്ല അധ്വാനം, പീഡയുമാദിയുമില്ലവിടം, സൗഭാഗ്യത്തിൻ പൂവനമാം. എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടം. എത്ര മനോഹരമാം അവരുടെ മരണം ധന്യവുമാം. തുലനം ചെയ്യിൽ മന്നവതൻ, പൊങ്ങി വിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാഴ്ക്കുടിലാം. കർത്താവേ, നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീ അവ തൂക്കിയളന്നീടിൽ. മാമലനിരയെ കാളേറ്റം ഘനമുള്ളോവായി കാണും നീ. ഓർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തെന്നെ നിർത്തണമേ. ശരണം മർത്തിനു നീയല്ലോ. യേശുവിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന അമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുമിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഈ സഹോദരിയിൽ നിന്ന് ലഭിച്ച നന്മകളെ ഓർക്കുവാനും, പ്രത്യേകിച്ച് ഈ ലോക ജീവിതത്തിൽ ദൈവം നൽകിയ ആ ജീവിതം തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി മാറ്റിവെച്ച ധന്യമായ ഒരു ജീവിതം കടന്നു പോകുമ്പോൾ ഇത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. പനിനീർ വിചരിപ്പ്. അനുദപിക്കുന്ന പാപികളുടെ നിത്യസംഗതമായ ദൈവമേ, ഞങ്ങളുടെ പാപത്തിനായി പനിനീർ ആശീർവദിക്കണമേ. ഈ ജലത്തെ തന്നെ വിശദീകരിക്കുകയും ചെയ്യണമേ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വന്തത്തിൻ്റെയും പരിമള സുസ്ഥികളുടെയും നാഥനാദൈവമേ, അങ്ങയുടെ ഭാവത്തായി ചെന്നെത്തിരി ആശ്രദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനീയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുലകടി തുല്യമാകുന്നു. വയലിലെ പുഷ്പോലത പെരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നോ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിജനം അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്നെ പോലെ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മനോഹരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുന്ന കർത്താവേ, നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും.
മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുവാമേ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്താൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവിൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവാൻ കൊടുത്തിരിക്കുന്നു. നിങ്ങളിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്ത ജീവൻ്റെ ഉയർപ്പനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പനുമായി പുറത്തു വരും. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത് മർത്ത എന്ന് പറയുന്ന 85 വയസ്സോളം പ്രായമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരമ്മച്ചിയാണ്. ദൈവം തനിക്ക് നൽകിയ ആയുസ് സന്തോഷത്തോടെ സ്വീകരിച്ച് സന്തോഷത്തോടു കൂടെ ഈ ലോകത്തു നിന്നും വേർപിരിഞ്ഞു പോകുന്ന നല്ല ഒരു അമ്മയുടെ വേർപാടാണ് ഇന്ന് നമ്മളിവിടെ കാണുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അമ്മച്ചിക്ക് അന്ത്യകുദാശ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കടന്നു വരികയും വളരെ സുബോധത്തോടുകൂടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് സ്ഥൈര്യലേപനം എന്ന കൂദാശി അന്ത്യകുദാശ എന്ന കൂദാശയും സ്വീകരിച്ച് അമ്മ വളരെ സന്തോഷത്തോടുകൂടിയാണ് കൂദാശകൾ 3 സ്വീകരിച്ചത്. നമുക്കറിയാം, പ്രായമായി ഇരിക്കുമ്പോൾ ദൈവത്തെ കാണണമെന്നും ദൈവസ്നേഹത്തിൽ ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമാണ്. പക്ഷേ ഈ ലോക ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നവർക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിക്കുക. നമുക്കറിയാം, ഈ അമ്മത്തെ സംബന്ധിച്ചോളം അരീക്കരയിൽ ജനിച്ചു വളർന്ന് കുടുംബിനിയായി ജീവിച്ച് ദൈവം നൽകിയ ഭർത്താവിനെ ദൈവത്തിന് സമർപ്പിച്ച് വിട്ടുകൊടുത്ത് തങ്ങൾക്ക് ലഭിച്ച 3 പെൺമക്കൾ അത് സന്തോഷത്തോടെ വളർത്തി വളരെ നല്ല രീതിയിൽ ഇന്ന് 3 മക്കളും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. 2 പേര് കുടുംബജീവിതവും സിസ്റ്റർ ജമ്മ തൻ്റെ സന്യാസ ജീവിതവും കോട്ടയം അതിരൂപതയിലെ സെൻറ്റ് ജോസഫ് കോൺഗ്രേഷന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മക്കളുടെ ജീവിത വിജയം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ വലിയ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. നല്ല ഒരു അമ്മച്ചിയെ സംബന്ധിച്ചോളം
മക്കളുടെ ജീവിതം എപ്പോഴും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. തൻ്റെ ഈകലോക ജീവിതത്തിൽ ദൈവം ഏതെല്ലാം ജീവിത സാഹചര്യങ്ങൾ നൽകിയോ അതെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും ത്യാഗപൂർണമായ കുടുംബജീവിതത്തിലൂടെ ദൈവമഹത്വം അന്വേഷിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല അമ്മച്ചി. നമുക്കറിയാം, മരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെന്നായും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ മരണത്തെ നമ്മൾ നേരിൽ കാണേണ്ടത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് അനുസരിക്കുന്നത് പോലെ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഈ ലോകം കൊണ്ട് അവസാനിക്കേണ്ടതല്ല, മറിച്ച് ഈ ലോകത്ത് കടന്നു പോകേണ്ട ഒരു വാതിൽ മാത്രമായിട്ടാണ് പണ്ഡിതന്മാർ മരണത്തെ കാണുക. നമ്മളെ സംബന്ധിച്ചോളം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഒരുക്കത്തിലൂടെ ജീവിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധയിലെത്തുവാൻ, ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കുവാൻ, കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥയായിരിക്കണം കുടുംബം. ഇന്ന് ഈ അമ്മച്ചിയെ സംബന്ധിച്ചോളം തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് വളരെ ത്യാഗപൂർവം ജീവിച്ച ഒരു വ്യക്തിയാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുക തീർച്ചയായും നമുക്കെല്ലാം മാതൃകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി നമ്മൾ കരുതേണ്ടതുണ്ട്. കാരണം നമുക്ക് ഈ ലോകത്ത് കിട്ടുന്ന സമയം അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഉതകുന്ന വിധത്തിലായിരിക്കണം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം ഭാര്യാഭർത്താക്കന്മാരും മക്കളും തമ്മിലുള്ള സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ആ കുടുംബജീവിതം പലപ്പോഴും അസ്വസ്ഥതകളും അവസരങ്ങളും ഉണ്ടാകാം. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവഹിതം എന്നെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പരലോകത്തിൽ ദൈവസന്നിധിയിൽ കൂടുതൽ സന്തോഷകരമായ നിത്യജീവിതം കിട്ടുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ ഇതുപോലെയുള്ള മൃതസ്കാര ശുശ്രൂഷകൾ നമ്മെ സഹായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മകളെയും സന്തോഷങ്ങളെയും ഓർത്ത് കൂടുതൽ ദൈവത്തെ സ്തുതിക്കുവാനും കുറവുകളെ പരിഹരിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമായി തീരും. നമുക്ക് ഇന്ന് ഈ മൃതസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. നമ്മളിൽ നിന്ന് കടന്നു പോകുന്ന അമ്മച്ചിയുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെല്ലാം മാനുഷിക ബലഹീനതയുണ്ടായോ അതെല്ലാം നല്ലവനാ ദൈവം പുറത്ത് ഈ ആത്മാവിനെ ദൈവരാജ്യം സ്വീകരിക്കുവാൻ ദൈവം കരുണയുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ പങ്കെടുക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ മർത്താ സഹോദരി നമ്മൾ വേർപെട്ട് പോകുമ്പോൾ നമ്മോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെയും ജീവിതം ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരുക്കത്തോടുകൂടെ ആയിരിക്കുക. ഏത് സമയത്തും ദൈവം വിളിച്ചാൽ കടന്നു പോകുവാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. കാരണം നമുക്കറിയാം, മരണമെന്ന് പറയുന്നത് ഒരിക്കലും സമയത്തിന് അതീതമാണ്, ഒരിക്കലും നമുക്ക് നിശ്ചയിക്കുവാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഏത് നിമിഷവും ദൈവം നിന്നെ വിളിക്കുമ്പോൾ ദൈവത്തോട് പ്രത്യുത്തരം കൊടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരുക്കമുള്ള ജീവിതങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയുക. അങ്ങനെ ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന നല്ലവരായി തീരുവാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഇവർ കാഴ്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ മക്കൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും ഈ അമ്മച്ചി സ്വർഗത്തിൽ നിന്ന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമ്പന്നാന്റെ സന്നിധിയിൽ ഈ ആത്മാവിനെ സമർപ്പിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് സിസ്റ്റർമാർക്കും മറ്റെല്ലാവർക്കും, പ്രത്യേകിച്ച് സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ എല്ലാ സഹോദരിമാർക്കും എല്ലാവിധ ദുഃഖത്തിൻ്റെ മംഗളം ആശംസിക്കുകയാണ്. കർത്താവ് ഈ സഹോദരിയെ ആശ്വസിപ്പിക്കട്ടെ. ഈ അനുശോചനത്തിൽ നമ്മൾ ഒരുമിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ സഹോദരികളെ പ്രാർത്ഥിക്കാം. ദൈവം പ്രത്യേകമായി ഈ ആത്മാവിനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കിടന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ,
വിധിവസ്തിൽ നിന്റെ മഹത്വത്തിൻ്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിക്കുവാൻ വേണ്ടി ലാസറിന്റെ മനത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ കരുണയാൽ അനുഗമിക്കുകയും നിന്റെ ത്യാഗികളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയ തൃത്വത്തിൻ്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ജീവന്റെ മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്രനാകും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തിമമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശിഷ്ടരായ ഭക്തരെ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മൃതദേഹം വഹിച്ച് നമ്മൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് പോരുന്നവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. മൃതദേഹം ഏറ്റവും പുറകിലായിരിക്കും പോവുക. ആൾക്കാർ വണ്ടിയിൽ മൃതദേഹത്തിന് മുമ്പേ പോകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എല്ലാവർക്കും പോകാൻ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർ നിങ്ങൾ കുറച്ച് പേര് വണ്ടി ഇടയുള്ളവർ ആൾക്കാരെ കയറ്റുക. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങുവാനുമുള്ള ക്രിമിനൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് ഈ സമയത്ത് എല്ലാവരും വാഹനത്തെ കയറുവാൻ ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരയെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. വിടവാങ്ങും നശ്വരമുലകിൽ വിടുതിയനേക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുവെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ
ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രവടിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഒരു ഉന്നതവോർസ്ലേം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവുമതിലേ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകം നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. കാഹളമുതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം. വിധി നാളുയരും മോഹനഗാനം, അതു കേട്ടുണരും മൃതരെല്ലാരും. ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകും